ഇന്ന് ഞാൻ അതുകൊണ്ട് ഓടിയെത്തിയത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഇതുപോലെ ഒരു റിയൽ ലൈഫിൽ നിന്ന് സലീം കുമാർ എന്ന ആക്ടറിന്റെ ഒരു സ്പോണ്ടേനിറ്റി? അത് ഒരുപാടുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ എലൈറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ അതും ഇതൊക്കെ പറയാമോ പറയും. ഞാൻ എന്തായാലും പറഞ്ഞ ഒന്നില്ലെങ്കിൽ എയറിൽ കയറും അല്ലെങ്കിൽ വയറിൽ കയറും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഇതിന്റെ ഇടയിൽ ഉണ്ടാവാറില്ല. മീനൊക്കെ കിട്ടുന്നുള്ള കുഴപ്പമില്ല. എലൈറ്റ് ഹോട്ടലിൽ നമ്മൾ കാസറ്റ് വർക്കൊക്കെ ആ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒന്ന് കൂടണമല്ലോ, മദ്യപിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അന്ന് എല്ലാവരും മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാലു കുറ്റനാട് എന്ന് പറഞ്ഞ ഒരാള് ആ ആ നമ്മുടെ കൂടെ വന്നപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളല്ല. സലീം കുമാർ പറഞ്ഞ് പുള്ളിനെ ഒഴിവാക്കാൻ വേണ്ടി, പുള്ളി കേൾക്കുമ്പോൾ വിഷമിക്കരുതിട്ട്, കാരണം ഇത് തമാശയായിട്ട് എടുക്കണം, പഴയ കാല തമാശകളായിട്ട്. സലീം പറഞ്ഞ് ഞാൻ വയലൻ്റ് ആയതുപോലെ കാണിക്കും, അപ്പം നിങ്ങളൊക്കെ ഓടി റൂമിലേക്ക് പോകണം. അപ്പം സാലു കുറ്റനാട് ഒഴിഞ്ഞു പോകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാന്ന് പറഞ്ഞ്. അപ്പം ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്നെ വിളിച്ചാൽ ഇതാണ് പ്രശ്നം, ഞാൻ ഉള്ളതൊക്കെ പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ സലിയപ്പൻ അങ്ങനെ എന്നിട്ട് വയലൻ്റ് ആവാണ്. ഷിയാസ് ഒച്ചയുണ്ടാക്കുന്നു. എല്ലാവരും മുറിയിലേക്ക് പോയി. ഞാൻ ഇവരൊക്കെ പിന്നിലാണ് നിൽക്കുന്നത്, ഇവരൊക്കെ പിന്നാലെ വന്നിട്ടുള്ള ആളാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സാലു കുറ്റനാട് പറഞ്ഞത്, ആ എല്ലാവരും പോയി, രക്ഷപ്പെട്ട്, ഇനി നമുക്ക് കൂടാന്ന്. ഞങ്ങളൊക്കെ ആരായി? ഞങ്ങളൊക്കെ മുറിയിൽ കാത്തിരിക്കണാണ് ഇവർ കൂടി. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ ഇതിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ ആരും ഓർക്കാത്തതുമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് മനസ്സിൽ. ഇതൊക്കെ ഓർത്തിട്ടാണ് സിനിമകളിലെ സീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് ഞാൻ റിപ്പീറ്റ്. പക്ഷെ ഇത് എന്നെ ഓരോ ദിവസവും എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ എന്നെ എയറിലാക്കുന്നതിൽ സലീം കുമാറായിരിക്കും അതിൻ്റെ കൗണ്ടർ അടിക്കുന്നത്. ഇതാരാണ് ഇനി ഇന്നാള് കൊള്ളാം കൊള്ളാം, അതൊക്കെ വരുന്നത് എനിക്കൊക്കെ എന്നെ എയറിൽ കയറ്റുന്ന ഒരു മുഖമാണത്. അപ്പൊ അതുകൊണ്ട് നിത്യേനെ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്ന പോലെ ഞങ്ങൾ അതെ ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ പറയാറുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സലിയപ്പൻ്റെ ഒരു കോമഡി പറഞ്ഞിരിക്കും അവരിപ്പോൾ ഷൂട്ടിങ്ങിന്. അതുകൊണ്ട് ദാസേട്ടൻ്റെ പാട്ടില്ല അത്ര ഒരു ഇതായിട്ട് ഞാൻ പറയുന്നല്ലോ, ഭയങ്കര സൂചിപ്പിച്ച് ഉയർത്തി പറയുന്നതല്ല. നമ്മൾ മൊബൈലിലാണെങ്കിലും കണ്ടിരിക്കും സലിയപ്പൻ്റെ മുഖം അല്ലേ. ഇമോജി ഒക്കെ ഉണ്ട് ഇപ്പൊ. ഏറ്റവും കൂടുതൽ സലീമേട്ടൻ അത് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇമോജീസും മെമ്മീസും ഉള്ളത് സലീമേട്ടന്റെയാ. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കുറേയൊക്കെ. ആണല്ലേ? ഒരുപാടുണ്ട്. 2-3 ദിവസമായിട്ട് മകനെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പരിപാടി. മകൻ ചന്തുവാണ് ഇപ്പൊ കംപ്ലീറ്റ് കൗണ്ടർ അടിച്ചു. ചന്തുവിന്റെ പടം കണ്ടോ? മഞ്ഞുമൽ ഇല്ല കണ്ടില്ല. കണ്ടില്ലേ? ഇല്ല. ഹിറ്റാണ് പടം. സൂപ്പർ ഹിറ്റാണ് പടം. അതെന്നാ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. അപ്പൊ ചന്തു ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയണ കേട്ടു, അച്ഛൻ എന്തു പറഞ്ഞു, എല്ലാരും ഇങ്ങനെ ചോദിക്കുകയാണ്, സലീം കുമാറിന്റെ മകനാണ്, എന്തു പറഞ്ഞു അച്ഛൻ? അച്ഛൻ മൈൻഡ് ആക്കിയിട്ടൊന്നും ഇല്ല. അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിലയൊന്നും തരുന്നില്ല. അത് എന്നാ ഏട്ടാ മൈൻഡ് ആക്കാത്തെ? കാരണം ഞാൻ കണ്ടിട്ടില്ല. ആണോ? അപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ, നാളെ അങ്ങനെ കാരണം ഞാനല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സലിയപ്പൻ്റെ ഒരു കോമഡി അതിലും വേറെ ആൾക്കാരെ പിന്നെ ബാക്കി തീരുമാനിക്കണത്. ആ കോമഡിയൊക്കെ ഉപയോഗിക്കുകയും ആ ഇമോജിയൊക്കെ എടുക്കുകയും വേറെ അത് വിട്ട് കഴിഞ്ഞാൽ പോയി പിന്നെ വേറെ ആൾക്കാരുടെ കയ്യിലാണ്. അല്ല എന്നാലും ചന്തു സലീമേട്ടൻ നമ്മളൊരു റാപ്പോ എങ്ങനെയാണ്? ഒരു അച്ഛൻ മകൻ ഫ്രണ്ട്സ് ആണോ അതോ അധികം സംസാരിക്കാറുണ്ട്? ഫ്രണ്ട്സ്. ഞാൻ അധികം സംസാരിക്കാറൊക്കെ ഒന്നുമില്ല. അതെന്നാ അത് അവരെ കിട്ടണ്ടേ അങ്ങനെ? എന്നാലും ചന്തുവിൽ ഈ ഒരു കഴിവുണ്ട് എന്ന് സലീമേട്ടൻ ഒറ്റയ്ക്ക് ഒരു സെന്റർ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സലീമേട്ടൻ അന്നേ തോന്നിയിരുന്നോ? അല്ല, ഞാൻ അവനെ LLB പഠിക്കാനാണ് വിട്ടത്, വക്കീലാവും. അപ്പോൾ MA കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് LLB കയറണം എന്ന് പറഞ്ഞു. ഓ സന്തോഷം. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഡിഗ്രി ആയിരുന്നത്. അപ്പോൾ എൻ്റെ മോൻ ഒരു LLB കാരനായിട്ട് വരുന്ന കണ്ടിരിക്കുന്ന അച്ഛനാണ് ഞാൻ. അതിനി എടുക്കാമല്ലോ. അതെ എടുക്ക. എന്നെ വക്കീലാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ജഡ്ജായി കോമഡി ഷോന്റെ. അല്ല, കാരണം ഇന്നലെ ഞങ്ങൾ ചന്തുവിനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സലീമേന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ എടുക്കുകയാണ്. പക്ഷെ ചന്തു അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതാ ഞങ്ങൾ ചോദിച്ചത്. അല്ല, അവൻ ഇന്നലെ ഇന്ന് വെളുപ്പിന് ഒരു 2:30 മണിക്കാണ് വന്നത് അവിടെ. ഒരു ഗ്യാങ് ആയിട്ട് സൗബിൻ, ശ്രീനാഥ് ബാസി, ഗണപതി ആൻഡ് അവരുടെ ടീം ഒരുമിച്ചാണ് വന്നത്. 2:30 മണിക്ക് വന്നിട്ട് ഇവര് 4 മണിയായി പോയപ്പോ വീട്ടിൽ നിന്ന്. രാത്രിയല്ലേ? രാത്രിയുടെ കാര്യം ഉച്ചക്ക് 2:30 രാത്രി 2:30 വന്നിട്ട് 4 മണിക്കാണ് അവര് പോയത്. നല്ല സമയമുള്ള സംസാരിക്കാനൊക്കെ വന്ന് സംസാരിച്ചു. അത്ര നേരം അവര് പാചകമൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കഴിച്ച് പാചകം ചെയ്ത്. സലീമേട്ടൻ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഭയങ്കര ഓപ്പൺ ആണ് അല്ലെ? അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. പിടിച്ചോക്കും ഇറങ്ങി പോവുള്ളൂ. അങ്ങനത്തെ ഒരു എന്തോരം പിടിച്ചു വെച്ചാൽ തന്നിട്ട് പോയി. ഞാനും നോക്കുമ്പോ ഇപ്പൊ എല്ലായിടത്തും ചീഫ് ഗസ്റ്റ് ടിൻചേട്ടനാണ്. ഇന്നലെ ഏതോ കൃഷി വിതയ്ക്കുന്നതിന്റെ ഗസ്റ്റ് ലിസ്റ്റിലും കണ്ടു.
അതാ ഞാൻ പറഞ്ഞത്. ആ കൃഷി സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ സംസാര വിഷയം സലീം കുമാർ തന്നെയാണ്. കാരണം അവിടുത്തെ അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞത്, കൃഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സലിയപ്പൻ തമിഴ്നാട്ടിൽ കൃഷി നടത്തുന്നുണ്ട്, അവിടുത്തെ ഇങ്ങനെ പച്ചയോടുകൂടി നിൽക്കുന്ന വെണ്ടക്ക കണ്ടപ്പോൾ പറിച്ച് തിന്നാൻ പോയപ്പോൾ അയ്യോ അത് കഴിക്കരുത്, വിഷമടിച്ചാണ്, അത് കേരളത്തിനോട്ടുള്ളതാണെന്ന് പറഞ്ഞത് സലിയപ്പൻ പറഞ്ഞു. ആ സലിയപ്പനോട് പുള്ളി പറഞ്ഞെന്ന്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന, അപ്പോൾ അതിന് എതിരായിട്ടാണല്ലോ നമ്മുടെ ഇവിടെ കൃഷി നടത്തുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ സംസാര വിഷയമാവുന്നതും സലിയപ്പൻ വേറെ കൃഷി സലീമേട്ടനാണ്. ചെയ്യുന്നത് ശരിക്കും ചെമ്മീൻ കെട്ട്, കൃഷി ശരിക്കും ഒരു ബിസിനസ് മാഗ്നറ്റ് ആണോ സലീം കുമാർ? ബിസിനസ് അല്ല, നിങ്ങൾക്ക് അത് തോന്നണം. ബിസിനസ് കാശൊന്നും കിട്ടൂല. കാർഷിക വൃത്തി എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് അല്ല, ഒരിക്കലും ഒരു ലാഭമൊന്നുമല്ല. അതൊരു സംതൃപ്തിയാണത്, ക്രിയേഷനാണത്. അല്ലാണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സായിട്ട് കൂട്ടല്ലേ, 5 പൈസ ലാഭം കിട്ടില്ല. ലാഭം കിട്ടില്ല. എന്തെങ്കിലും ഇത് ഒരു 2 ലക്ഷം രൂപ ഇറക്കുമ്പോൾ 354 രൂപ ലാഭം കിട്ടും. വീട്ടില് കറി വെച്ചാൽ വല്ല ലാഭം കിട്ടാം. എന്നാലും ഞാൻ ചോദിക്കാണ്, കറി വെക്കാറുണ്ട്? കുറെയൊക്കെ വെക്കാറുണ്ട്. ചോദിച്ചു എന്റെ കെട്ടിയവരോട് ചോദിച്ചു, നല്ല അസലായിട്ട് ബീഫ് വരട്ടി, ചിക്കൻ കറി, ഓംലെറ്റ് ഒന്നുമല്ല എന്തുവാണോ ചോദിച്ചാൽ അപ്പം വെച്ച് തരും. ഞാൻ പറഞ്ഞ അതിന് ലാഭം കിട്ടാറുണ്ട്. ഇല്ല, ഒരു സന്തോഷമാണ്. സംതൃപ്തി, സന്തോഷം. കറി ഈ സലീമേട്ടന്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ തന്നെ നമുക്ക് ടൈമിങ്ങിൽ സലീമേട്ടനെ ഞെട്ടിച്ചൊരു ആക്ടർ ആരായിരിക്കും? ഒരുപാട് പേരുമായിട്ട് ചെയ്തിട്ടുണ്ട് കോമിക് ടൈമിങ്ങിൽ ഞെട്ടിച്ചപ്പോൾ ടിൻചേട്ടനല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ ഞാൻ ഞെട്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ പടക്കോയിട്ടാ പോണത് ഞെട്ടി. എന്നാലും സലീമേട്ടൻ തന്നെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഉസ്താദാണ്. എന്നാലും സലീമേട്ടൻ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ്, ഇവൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഒരു പേര് മലയാളത്തിൽ എല്ലാവരും എന്നെ ഞെട്ടിച്ച ആൾക്കാർ തന്നെയാണ്, ആ ഓരോരോ സീൻസിലെങ്കിലും. അപ്പോൾ ഒരാൾ മോശക്കാരായിട്ട് മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ആ. അയാൾ ചെയ്യണം വളരെ മോശമാണ് ഇനി എന്ന് തോന്നിയിട്ടില്ല എനിക്ക്. ന- അയാൾ ഇപ്പൊ ചില സിനിമകൾ അയാൾ ഭയങ്കര ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജഗത് ശ്രീകുമാർ, നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ, മാമുക്കോയ, പിന്നെ ആരാണ് അങ്ങനെ എല്ലാരും എല്ലാവരും അവര് ആണ് വേറെ വേറെ ഫിലിംസിലൊക്കെ അവര് ആണ് സൂപ്പറാണ്. super. അപ്പൊ ടിനി ആയാലും ടിനി പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേറെ പടത്തിൽ അവൻ സൂപ്പറാണ്. അല്ല, ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും സലീമേട്ടന്റെ വീഡിയോസ് കണ്ട് ആ മണവാളനായാലും ഞങ്ങൾ കണ്ട് ഒരുപാട് ചിരിക്കുന്നതാണ്. സലീമേട്ടൻ സ്വന്തം ക്ലിപ്സ് ഒക്കെ കണ്ട് ചിരിക്കാറുണ്ടോ? ഓ, ഞാൻ ചിരിക്കാറുണ്ട്. ആണ് ഏറ്റവും കൂടുതൽ സലീമേട്ടൻ തന്നെ കൈവിട്ട് ചിരിക്കുന്ന ഏതായിരിക്കും? സലീമേട്ടന്റെ അതെനിക്ക് ഓ, ഞാനും നോക്കുന്നില്ല ഏതായിരിക്കും എന്നുള്ളത്. ആണ്. എന്നാലും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കണ്ട അല്ല, സിനിമകൾ ഈ വികാരങ്ങളൊക്കെ നമുക്ക് തുല്യമാണെന്നേ. നിങ്ങളും ചിരിക്കും, ഞാൻ ചിരിക്കും, ടിനിയും ചിരിക്കും. അവരൊരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു നമ്മൾ ഇരുന്നിരുന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല, ഒന്നുമില്ല. എല്ലാം നന്നാക്കാം. എല്ലാം ഇന്ന് കഴിഞ്ഞാലും നാളെ തോന്നും. ഇന്നത്തെ ഗ്യാപ്പ് മതി, വേണ്ട ഒരു അരമണിക്കൂറത്തെ ഗ്യാപ്പ് ഉണ്ടാല് നമ്മൾ പറയും. ഇതിങ്ങനെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതല്ലല്ലോ, അല്ല. സമയത്ത് സംഭവിക്കുന്നതാണ്. അത് നാളെ കാണുകയാണ് ഈ ഇന്റർവ്യൂ. അയ്യോ കുറച്ചും കൂടി ആ ടിനിയോട് പറഞ്ഞിട്ട് മറ്റേ സംഭവം കയറ്റിയാൽ ആ കുറച്ചും കൂടി നന്നാ. അത് കാലമാണ്. യെസ് കാലം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും.